ഫോർട്ട് കൊച്ചി ബോട്ട് അപകടത്തിൽ മത്സ്യബന്ധന ബോട്ടിന്റെ സ്രാങ്ക് കണ്ണമാലി സ്വദേശി ജോണി അറസ്റ്റിലായി. ലൈസൻസ് ഇല്ലാതെ ബോട്ട് ഓടിച്ചതിനാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനിടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 8ആയി. ഏറെ കാലപ്പഴക്കമുള്ള ബോട്ടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നീട്ടി നൽകിയതിൽ ക്രമക്കേടുണ്ടെന്ന സംശയമാണ് ഉയരുന്നത്. 35 വർഷത്തിലേറെ പഴക്കമുള്ള ബോട്ടിന് 2014 വരെയായിരുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നത്. ഇത് 15/4/2017 വരെ തുറമുഖ വകുപ്പ് നീട്ടി നൽകി. ഒറ്റയടിക്ക് 3 വർഷം നീട്ടി നൽകിയത് വേണ്ടത്ര പരിശോധന നടത്താതെയാണെന്ന് അപകടത്തോടെ വ്യക്തമായി. മാത്രമല്ല, തുറമുഖ വകുപ്പ് നൽകിയ സർട്ടിഫിക്കറ്റിൽ ബോട്ടിന്റെ നിർമ്മാണ തീയതിയും രേഖപ്പെടുത്തിയിരുന്നില്ല. ബോട്ടിന്റെ കാലപ്പഴക്കം മറയ്ക്കാനാണ് ഇതെന്ന സംശയവും ഉയർന്നു കഴിഞ്ഞു. ഇതിന്റെ അപകടത്തിൽപ്പെട്ട ബോട്ടിന് സർവീസ് നടത്താൻ അനുമതി നൽകിയ നഗരസഭയുടെ നടപടിയും വിവാദമായി. ബോട്ടിന്റെ കാലപ്പഴക്കം സംബന്ധിച്ചും അപകടാവസ്ഥ സംബന്ധിച്ചും കൗൺസിലിൽ നിരവധി തവണ പരാതി ഉയർന്നിരുന്നു. 2017 വരെ സർവീസ് നീട്ടി നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KJ ജേക്കബ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. 2017 വരെയും അതിൻ്റെ ഈട് ഉറപ്പാക്കിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ്. എങ്ങനെയോ ഇങ്ങനെയുള്ള ബോട്ടിനെ 2017 വരെയും ഒരു കേടും വരില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഒരു ഉദ്യോഗസ്ഥന്മാർ പണം വാങ്ങി ചെയ്യുന്ന കാര്യം. ഇതിനിടെ അപകടം സൃഷ്ടിച്ച മത്സ്യബന്ധന ബോട്ട് ഓടിച്ചിരുന്ന ഷിജുവിന് ലൈസൻസ് ഇല്ലായിരുന്നു എന്ന് വ്യക്തമായി. ഇയാൾ ബോട്ടിന്റെ മെക്കാനിക്ക് മാത്രമാണ്. ബോട്ടിൽ അപകട സമയത്ത് സ്രാങ്ക് ഉണ്ടായിരുന്നുമില്ല. യാത്രാ ബോട്ട് വരുന്നത് താൻ കണ്ടില്ലെന്നാണ് ഷിജു പോലീസിന് മൊഴി നൽകിയത്. ഇയാൾക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തു. അപകടം സംബന്ധിച്ച് പോർട്ട് ട്രസ്റ്റും അന്വേഷണം ആരംഭിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ ഗൗരി പ്രസാദ് ബിശ്വാളിനാണ് അന്വേഷണ ചുമതല. യാത്രാ ബോട്ടിന്റെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണങ്ങളിൽ ഒന്നെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതായി അദ്ദേഹം പറഞ്ഞു. Looks like the hull condition of the boat was not very good. The boat was very old, it's about 36 years old, and it's looking at the hull, which is wooden and FRP coating, that wood appears to be very bad condition. ഇതിനിടെ അപകടത്തിൽപ്പെട്ടവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ ഒരു മൃതദേഹം കൂടി ലഭിച്ചു. ഇന്നലെ മരിച്ച സിന്ധുവിന്റെ മകൾ സുജിഷയുടെ മൃതദേഹമാണ് ചെല്ലാനം ഭാഗത്തു നിന്ന് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർ കേസിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. മദ്യനയം ഭരണഘടനാ ലംഘനമാണെങ്കിൽ സുപ്രീം കോടതിക്ക് റദ്ദാക്കാമെന്ന് കേരളം അറിയിച്ചു. ബാറുകൾ പൂട്ടുന്നത് മൂലം ജോലി നഷ്ടമുണ്ടാകുന്ന തൊഴിലാളികൾക്ക് കേരള ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് നഗരം പദ്ധതിയിൽ 98 നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് കൊച്ചി മാത്രം. തമിഴ്നാടിന് 12ഉം ഉത്തർപ്രദേശിന് 13ഉം സ്മാർട്ട് നഗരങ്ങൾ. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവാണ് 98 നഗരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത്. ലൈറ്റ് മെട്രോ പദ്ധതിയിൽ നിന്ന് DMRCയെ ഒഴിവാക്കിയ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. നിർണായക മന്ത്രിസഭായോഗത്തിന് ശേഷമാണ് സർക്കാർ കത്തയച്ചത്. കത്തിൽ DMRCയുടെ പേര് പരാമർശിച്ചിട്ടില്ല. കത്തിന്റെ പകർപ്പ് പീപ്പിൾ പുറത്തുവിട്ടു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാർത്താവിനിമയ ഉപഗ്രഹം GSAT-6 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് GSLV D6 വിക്ഷേപണം. വാർത്താവിനിമയത്തിന് പുതിയ വാതിലുകൾ തുറക്കുന്ന ഉപഗ്രഹം GSAT-6 GSLV D6 ആണ് ബഹിരാകാശത്തെത്തിച്ചത്. തദ്ദേശീയമായി വികസിപ്പിച്ച ക്രയോജനിക് അപ്പർ സ്റ്റേജ് 3ാം വട്ടം ഉപയോഗിച്ച് നടത്തിയ വിക്ഷേപണമായിരുന്നു ഇന്നത്തേത്. 2 ടൺ ഭാരമുള്ളതാണ് GSLV വഹിക്കുന്ന GSAT ഉപഗ്രഹം. ജനുവരിയിൽ നടന്ന GSLV D5 വിക്ഷേപണത്തിന് സമാനമായിരിക്കും ഇതിന്റെ പ്രവർത്തനം. GSAT-14 ജനുവരിയിൽ വിക്ഷേപിച്ചത്. 256 കോടി രൂപ ചെലവിട്ടാണ് GSAT-6 വികസിപ്പിച്ചത്. രാജ്യത്തെ ആശയവിനിമയ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വഴിതെളിക്കുന്നതാണ് ഉപഗ്രഹമെന്നാണ് വിലയിരുത്തൽ. S-ബാൻഡ്, C-ബാൻഡ് ആശയവിനിമയം സാധ്യമാകുന്നതാണ് ഉപഗ്രഹം. 9 വർഷമാണ് ഉപഗ്രഹത്തിന് പ്രതീക്ഷിക്കുന്ന ആയുസ്. ന്യൂസ് ഡെസ്ക്. ഓണം ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് കേരളം. നാടും നഗരവും ഇന്ന് ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലായിരുന്നു. വിപണികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇനി തിരുവോണ പുലരിക്കായുള്ള കാത്തിരിപ്പ്. തിരുവോണം ആഘോഷിക്കാനായുള്ള ഒടുവിലത്തെ ഒരുക്കങ്ങൾ നടത്തുന്ന തിരക്കിലാണ് മലയാളികൾ. സദ്യ ഒരുക്കാൻ സാധനങ്ങളും അണിഞ്ഞൊരുങ്ങാൻ പുതുവസ്ത്രങ്ങളും വാങ്ങി എല്ലാവരും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലായിരുന്നു. നഗരവീഥികളും വിപണികളും ജനനിബിഡമായി. ഭയങ്കര തിരക്ക്, നടക്കാൻ നമ്മളങ്ങ് നിന്നാ മതി, നമ്മളങ്ങ് കൊണ്ടുപോവുകയാണ്. സാധനമൊക്കെ നേരത്തെ ഇത് ജസ്റ്റ് ഒന്ന് തിരക്കൊക്കെ കുറച്ച് തുണിയൊക്കെ എടുക്കണമായിരുന്നു. ഇന്നത്തെ ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കണം, പുതിയ ഡ്രസ്സ് വാങ്ങിക്കണം. ഉത്രാടപ്പാച്ചിൽ വളരെ തിരക്കായിരുന്നു. പൊതുവിൽ എല്ലായിടം തിരക്കായിരുന്നു. പച്ചക്കറിയൊക്കെ വാങ്ങി
ഒരു തുണി വാങ്ങിച്ചത് മാറ്റി വാങ്ങണം, അതിന് വേണ്ടി വന്നു. തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം ചാല മാർക്കറ്റുകളിൽ വൻ ജനത്തിരക്കാണ് ഉണ്ടായത്. എറണാകുളത്ത് ബ്രോഡ്വേയിലും കോഴിക്കോട് മിഠായി തെരുവിലും ആയിരക്കണക്കിന് പേർ വന്നുപോയി. രാത്രി വൈകിയും സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലും സമാന സ്ഥിതി തന്നെ. മലയാളികൾ അക്ഷരാർത്ഥത്തിൽ ഉത്രാടപ്പാച്ചിലായിരുന്നു. തിരുവോണം ആഘോഷിക്കാൻ അത്തം മുതൽ ആരംഭിച്ച ഒരുക്കങ്ങൾ ഉത്രാടപ്പാച്ചിലോടെ അവസാന ഘട്ടത്തിലേക്ക്. ഇനി തിരുവോണ പുലരിക്കായുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറാമാൻ ദേവദത്തിനൊപ്പം ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ഗുജറാത്തിൽ പിന്നാക്ക സംവരണം ആവശ്യപ്പെട്ട് പട്ടേൽ സമുദായത്തിന്റെ ബന്ദിൽ പോലീസിന്റെ തേർവാഴ്ച. പ്രകോപനമില്ലാതെ പോലീസ് കാറുകൾ അടിച്ചു തകർത്തു. RAFന്റെ സാന്നിധ്യത്തിൽ സിവിൽ വേഷധാരികളായ പോലീസുകാരാണ് ആക്രമണം നടത്തിയത്. കശ്മീരിലെ റാഫിയാബാദിൽ പാക് ഭീകരനെ സൈന്യം കീഴ്പ്പെടുത്തി. ഒപ്പമുണ്ടായിരുന്ന 4 ഭീകരരെയും സുരക്ഷാ സൈന്യം വധിച്ചു. ഏറ്റുമുട്ടലിന് ശേഷമാണ് ഭീകരനെ പിടികൂടിയത്.